ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ എൻ്റെ ഫുൾ ഡേ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചിരിക്കുവാണ്. അവിടെ സൂവിൽ മോളെയും കൊണ്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. സൂ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല. ഞാൻ കുറേ പ്രാവശ്യമായിട്ട് പോകുന്നുണ്ട്, ഈ അടുത്തും പോയി. ഇപ്പോൾ പണ്ടെന്ന് വെച്ചാൽ ഒത്തിരി മൃഗങ്ങളുണ്ടായിരുന്നു. അത് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു. നമുക്ക് പോകാൻ തന്നെ ഇൻട്രസ്റ്റ് ആയിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലാത്തതൊക്കെ അവിടെ കാണാം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. കണ്ടിട്ടില്ലാത്തതല്ല, നമ്മൾ അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള മൃഗങ്ങളേ ഉള്ളൂ അവിടെ. അതിൻ്റെ ഒരു നിരാശയുണ്ടായിരുന്നു. പക്ഷേ സൂവിൽ പോകുമ്പോൾ എപ്പോഴും ഒരു വൈബാണ് അല്ലേ. വെയിലില്ലെങ്കിൽ നല്ലൊരു വൈബാണ്. പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ പോകുമ്പോൾ. റിലാക്സായിട്ട് ഇങ്ങനെ എല്ലാവരും, ഒത്തിരി ആൾക്കാരുണ്ടാവില്ല നമ്മളിപ്പോൾ പോകുമ്പോഴും. അപ്പം അങ്ങനെ മോൾക്ക് അതൊരു ഭയങ്കര ഇൻട്രസ്റ്റാണ്. മുതലേക്ക് 1, 2 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പണ്ടൊക്കെ ഞാൻ ചെറുതിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷികളുടെ എണ്ണവും വളരെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മൊത്തം, നമ്മളത് പറയുന്നത് ശരിയല്ല, എന്നാലും ഒരു ഇതാണ്, വൃത്തിയില്ലായ്മയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ ഈ വെള്ളമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, അങ്ങനെ എന്തോ ഒരു വിഷമമൊക്കെ തോന്നും നമുക്ക്. നമ്മൾ പണ്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ തോന്നും. ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ലായിരിക്കും. അപ്പം അങ്ങനെ ഞാൻ അവിടെ ഇപ്പോൾ ഉള്ള ജീവികളുടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെച്ചു. പിന്നെ മോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ വെയിലുണ്ടായിരുന്നു, നല്ല വെയിലായിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു ഉച്ച സമയത്താണ് അവിടെ പോകുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട് സൂവിലേക്ക്. പിന്നെ ഇത് ആമയാണ് കേട്ടോ. ആമ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം 1, 2 അങ്ങനെയൊക്കെ, എമുമൊക്കെ 2 ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം ഇങ്ങനെ വയസ്സായി അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയ ഒരു ജീവികളാണ്. പിന്നെ വേറെ വിശേഷം എന്ന് പറയാൻ, അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു വൈബ് ഉണ്ടെന്നേ ഉള്ളൂ. അതല്ലാതെ ഇപ്പം എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മുടെ ഒരു റിലാക്സേഷന് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഹിപ്പോപ്പൊട്ടാമസ് കണ്ടോ, 3 എണ്ണം, അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അതൊക്കെ നമ്മുടെ ഒരു കാലം. ആ കാലത്തുണ്ടായിരുന്നു കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു. പിന്നെ വെയിലായതുകൊണ്ട് ഞാൻ ഒത്തിരി എല്ലാം ഓടി നടന്ന് വീഡിയോ എടുത്തില്ല. എങ്കിലും അത്യാവശ്യം വേണ്ട ഒരു വീഡിയോയ്ക്ക് വേണ്ടതൊക്കെ എടുത്ത് വെറുതെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു രസം. ഇടയ്ക്ക് ഞാൻ എഡിറ്റ് ചെയ്യാൻ മറന്നു കേട്ടോ. അതാണ് ഇങ്ങനെ ആരുടെയൊക്കെയോ വീഡിയോ അതിനിടയിൽ വന്ന് വിട്ടുപോയി. നമുക്ക് കടുവയൊന്നും കാണാൻ പോലും വയ്യ, അത്രയ്ക്കും സേഫാണത്. എങ്കിലും അത് എല്ലാവരും ഉച്ച സമയമല്ലേ, അപ്പോൾ ഉറക്കവും എല്ലാവരും ഉറക്കവുമാണ്. ഒട്ടകപ്പക്ഷിയുടെ അവസ്ഥ കണ്ടില്ലേ, കംപ്ലീറ്റ് ഉജാലയിൽ കുളിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ 3 മണിയൊക്കെ ആയി. ഒരു ഹോട്ടലിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. AC-യിലിരുന്നപ്പോൾ ഒരു ആശ്വാസമാണ്. ആ വെയിലത്ത് നേരെ കയറിയപ്പോഴേ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, എനിക്ക് ചിക്കൻ ബിരിയാണിയാണ്. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഡിഷ് ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞ് കയറുന്നത്. പക്ഷേ നമ്മൾ ഈ ട്രോളിലൊക്കെ കാണുന്ന പോലെ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ചിക്കൻ ബിരിയാണി എന്നറിയാതെ വന്നു പോകും. അതുകൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണിയായിരുന്നു, ഹസ്ബൻഡ് ബീഫ് ബിരിയാണിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഒരു ഓണം കഴിഞ്ഞു, എന്നാലും ആ ഒരു സമയമായതാണ് ഞങ്ങൾ നേരെ സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ സിനിമയൊക്കെ നോക്കി കിഷ്കിന്ധാകാന്ഡം കാണാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ടിക്കറ്റ് ഇല്ലായിരുന്നു, ഫുള്ളായിരുന്നു. ട്രിവാൻഡ്രം ഉള്ള എല്ലാം നോക്കി ഫുള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബാഡ് ബോയ്സിന് പോയി. വലിയ പ്രതീക്ഷയോടെയാണ് ഇവിടെ പോയത്. സിനിമ കൊള്ളത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പറയാം അതിൻ്റെ റിവ്യൂ. ഇത് സൂവിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റ്. എവിടെ പോയാലും മോളുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം, അതുകൊണ്ട് അത് വെച്ചിട്ട് വണ്ടിയിൽ വെച്ചിട്ട് വെറുതെ ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ്, മനഃപൂർവ്വം എടുത്തതാണ്. തിയേറ്ററിൽ പോയി. അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ബാഡ് ബോയ്സിന് വലിയ ഇല്ലായിരുന്നു. എന്തായാലും അവിടെ വന്നിരിക്കാമല്ലോ. എനിക്ക് സിനിമ കാണാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് തിയേറ്ററിൽ. സിനിമയെ കണ്ടിറങ്ങി, അടിപൊളിയായിരുന്നു. സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് ചിരിക്കാനുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടുത്തെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യുകയാണ്. നമ്മൾ സൂവിലൊക്കെ പോയപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ഓണം.